സ്വാഭാവികമായും ഇത്മട്ടിൽ പ്രതികരണം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ ഗൗതമാണ് കാസർഗോഡ് നിന്നും. ശ്രീ ഗൗതം, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫലസൂചനയായി മാറുമോ? നമസ്കാരം കിരണേ. നമസ്കാരം. CPM-ഉം നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നല്ല രീതിക്ക് തിളക്കമാറുന്ന വിജയത്തിന്റെ സൃഷ്ടിയിലേക്കായിരിക്കും പോകുന്നത്. വികസനത്തിന്റെ തുടർച്ചയായി പോകുന്ന ഈ ഭരണം നാളേക്കായുള്ള വികസനത്തിന് കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കും. ശ്രീ ഗൗതം, ഈ സർക്കാരിനെതിരെയൊക്കെ അതിഗുരുതരമായ ആരോപണങ്ങളുടെ ഒരു പെരുമഴ നിൽക്കുന്ന കാലത്തും എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ കഴിയുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ. ആരോപണങ്ങൾ സൃഷ്ടിയായി മാത്രമായിരിക്കും വരുന്നത്. ജനം അങ്ങേയറ്റത്തെ അവജ്ഞതയോടെ തള്ളിക്കളയുന്നതായിരിക്കും കാണുന്നത്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊന്നും അങ്ങനെ അല്ലല്ലോ കണ്ടത്. ഓരോ തെരഞ്ഞെടുപ്പിനും ഓരോ പാറ്റേൺ ആണ് ഉള്ളത്. ശരി, ഓക്കെ. എന്തായാലും പാറ്റേൺ മാറുമെന്ന താങ്കളുടെ പ്രതീക്ഷ താങ്കൾക്ക് തുടർത്താം. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്തും. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എങ്ങനെയാവും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലം അത് വരുന്ന നിയമസഭയിൽ അടുത്ത 5 വർഷം കേരളം ആര് ഭരിക്കണമെന്നൊരു സൂചനയായി മാറാൻ സാധ്യതയുണ്ടോ? നമസ്കാരം കിരണാനിയ. നമസ്കാരം സാറേ, ഇപ്പോ നമ്മൾ കാണുന്ന പറഞ്ഞാല് MLA-മാരും വലിയ നേതാക്കന്മാരാണ് ഇപ്പൊ LDF-ലും UDF-ലും മത്സരിക്കാൻ പോകുന്നത്. കാരണം ഇനി അടുത്തൊരു കാലത്ത് മുഖ്യമന്ത്രിയോട് മത്സരിക്കേണ്ടി വരും ഈ കോർപ്പറേഷനിലും പഞ്ചായത്തിലും. കാരണം എന്തെന്ന് കേട്ടാല് ഇപ്പോ 2 ആൾക്കാർ പറഞ്ഞു, എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എനിക്കറിയില്ല. നെല്ലിരി ആഹാരം കഴിക്കുന്ന മനുഷ്യർക്ക് ഇവിടെ അറിയാം 9 വർഷം കൊണ്ട് കഷ്ടപ്പെടുന്നത്. 5 വർഷക്കാലം മുതൽ അന്നേ അവര് ദുരിതാശ്വാസ ഫണ്ട് മോട്ടിക്കുകയും എല്ലാം ചെയ്ത് അവസാനം അഴിവ് നടത്തി തൂർത്തടിച്ച് അയ്യപ്പനെയും കോവിലിനെയും കൊള്ളയടിച്ച് അവിടെ എല്ലാം കട്ടുമുടിച്ച് ഇനി അവിടെ അയ്യപ്പന്റെ വിഗ്രഹം പോലും ഉണ്ടെന്ന് അറിയാൻ പാടില്ല. അതേപോലെ എല്ലാ സ്ഥാപനങ്ങളും ആണ് അവർ കട്ടുമുടിച്ച് പോയിട്ടുള്ളത്. ഇനി എത്ര വർഷം പിറകിലോട്ട് പോയാൽ നമ്മൾ മുമ്പോട്ട് പോയി നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും? ഇത് ഇടതുപക്ഷ കോൺഗ്രസ് എന്ന് പറയരുത്. നമ്മൾ ചിന്തിക്കേണ്ട നമ്മുടെ രാജ്യം, നമ്മുടെ സ്റ്റേറ്റ്, ഈ ജനങ്ങൾക്ക് എന്താണ് പരിഹാരം? സാർ, ഇവിടെ പഞ്ചായത്താണ്. ഈ ഒരു പഞ്ചായത്ത് മെമ്പറുണ്ട്, MLA ഉണ്ട്, മന്ത്രിയുണ്ട്, MP ഉണ്ട്. പക്ഷേ സാധാരണക്കാർക്ക് എല്ലാവർക്കും പരിഹാരം കാണുന്ന ആളാണ് പഞ്ചായത്ത് മെമ്പർ എന്നാണ്. ആ പഞ്ചായത്ത് മെമ്പർ നല്ല മെമ്പർമാർ തിരഞ്ഞെടുത്ത് വിട്ടാൽ പോലും പഞ്ചായത്ത് ചെന്ന് കഴിഞ്ഞു പോയാൽ കരം പിരിക്കാനോ ഒന്നുമില്ലാതെ അഴിമതി നടത്തി അതിൽ നിന്നും തൂർത്തടിച്ച് നടക്കുന്ന ഈ ഗവൺമെന്റിന് ജനങ്ങള് വിധി എഴുതും. അല്ലാതെ ഒരുമാതിരി കാസ്യം പോലെ പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢിയാക്കരുത് ആരും. എന്റെ സഹോദരന്മാർ, നമുക്ക് ആവശ്യം നമ്മുടെ നാട്ടിന്റെ വരും തലമുറയ്ക്കുള്ള ആവശ്യങ്ങളാണ്. ഇവരൊക്കെ അങ്ങ് മാറിപ്പോവും. പക്ഷെ നമ്മളാണ് അനുഭവിക്കാൻ പോകുന്നത്. ഇനിയെങ്കിലും ബാലറ്റ് പേപ്പറിൽ കൂടി ഞാൻ അന്ന് പറഞ്ഞ പോലെ അതിശക്തമായിട്ട് ആലോചിച്ച് വേണം എന്റെ സഹോദരന്മാർ എല്ലാവരും ആലോചിച്ച് വേണം വോട്ട് ചെയ്യാൻ. അത് മാത്രം എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നല്ലത് വരാൻ വേണ്ടി മാത്രം ചിന്തിക്കുക. രാഷ്ട്രീയം നമുക്ക് ആവശ്യമാണ് സാറേ. ഓക്കെ. ബാലരാമപുരം ആണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. UDF അതിശക്തമായ രീതിയിൽ തിരിച്ചു വരും എന്നുള്ളതാണ്. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം? അതൊരു സാധാരണഗതിയിലൊക്കെ വാർഡിലേക്കുള്ള ആളുകളുടെ ഒരു രാഷ്ട്രീയത്തിനപ്പുറമുള്ള വ്യക്തിബന്ധം കൊണ്ടുള്ള ഒരു വോട്ടിൻ്റെ ഫലമായി മാറുമോ? അതോ ആകെ കൂടി ആ ഫലം കേരളം മുഴുവൻ പരിശോധിക്കുമ്പോൾ അത് ജില്ലാ പഞ്ചായത്ത് വരെയും കോർപ്പറേഷൻ വരെയും എല്ലാം അടങ്ങുന്നതാണ്. അങ്ങനെ ഒരു ഫലം പരിശോധിക്കുമ്പോൾ അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു ഫലസൂചനയായി മാറും? നമസ്കാരം സാറേ. നമസ്കാരം. എന്നാൽ പറയാൻ പോവുകയാണ്. മുൻ പറഞ്ഞ ആളെ സംബന്ധിച്ച് പറയാം. ആദ്യം അദ്ദേഹത്തിന് ഒരു വസ്തു മനസ്സിലായിട്ടില്ല. അദ്ദേഹം ഇവിടെ ആകെ കൊള്ളത്തരാണെന്നും പറഞ്ഞാണ്ട് സഹോദരന്മാരോട് വോട്ട് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു വർത്തമാനം കേൾക്കണം. ഇവിടെ സഹോദരന്മാരൊക്കെ നിറച്ച് കാശ് വാങ്ങുന്നുണ്ട് ഇപ്പോ എല്ലാ ആൾക്കാർക്കും. അത് ഈ സർക്കാർ കൊടുക്കുന്നുണ്ട്, കാലാകാലത്തിനും കൊടുക്കുന്നുണ്ട്. അത് കൊടുത്തുകൊണ്ടേയിരിക്കും. മറ്റേ സഹോദരന്മാരൊക്കെ എന്താ പറഞ്ഞത് അറിയാം? ആ വെള്ളസർട്ടിട്ട സഹോദരന്മാര് അതെല്ലാം നിർത്തൽ ചെയ്യുന്നാ പറഞ്ഞത്. എന്നാ ഞങ്ങളത് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നാ പറഞ്ഞത്. പൊന്നാര സാറേ, അപ്പൊ അതിനാരും കണ്ട് ആ മന്ത്രി കുപ്പായൻ കൈക്കച്ചാൽ മതി, ഞങ്ങൾ തന്നെ അധികാരത്തിൽ വരും. അതേ പറയാനുള്ളൂ. ശരി, ഓക്കെ. എന്തായാലും മുഹമ്മദിൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. അദ്ദേഹം ശിവദാസിൻ്റെ അഭിപ്രായത്തിൻ്റെ ഒരു മറുപടി പറയുക കൂടിയാണ്. ശ്രീ ബാലുവാണ് കുറുപ്പന്തറയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ബാലു, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തദ്ദേശ ഫലവും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? സാർ, ഇവരൊന്ന് ഇറങ്ങി കിട്ടിയാൽ മതിയായിരുന്നു. അതെന്താണ് ശ്രീ ബാലു അങ്ങനെ തോന്നാൻ കാരണം?
സാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സിറ്റുവേഷൻ ഒക്കെ കാണുന്നില്ലയോ? പറഞ്ഞോളൂ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം അടക്കമുള്ള കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ആകെ ഉണ്ടായ പുരോഗതിയും കാണുന്നുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലും മതിലിടിഞ്ഞ് വീണും ബിൽഡിംഗ് ഇടിഞ്ഞ് വീണും ഒക്കെ ആൾക്കാർ കാണുന്നില്ലയോ? ഇവരൊന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നാട് രക്ഷപ്പെടും. ശരി, ശ്രീ ബാലു. ഹലോ ബാലു, എന്തെങ്കിലും തുടർന്ന് പറയാനുണ്ടോ? അതോ ഇല്ലല്ല, ഇവരൊന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ നാട് രക്ഷപ്പെടും. ശരി, ബാലുവിനെ അങ്ങനെ ഓരോരുത്തരും ഓരോ തരത്തിലാണ് കരുതുന്നത്. ഇവർ ഇറങ്ങിപ്പോയാൽ രക്ഷപ്പെടുമെന്ന് കരുതുന്നവരും അങ്ങനെയല്ല ഇവർ തുടർന്നാൽ രക്ഷപ്പെടുമെന്ന് കരുതുന്നവരും ഒക്കെ ഉണ്ടാവും. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, ഈ താങ്കളുടെ പാർട്ടി കേരളത്തിൽ 25% വോട്ട് പിടിക്കുമെന്നൊക്കെയാണ് അമിത്ഷാ പറയുന്നത്. അപ്പോൾ അത്രയൊക്കെ വോട്ട് പിടിക്കാനുള്ള ശേഷി, അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് ഒരു കുതിച്ചാട്ടത്തിനൊക്കെയുള്ള ശേഷി BJPക്ക് ഉണ്ടോ? സാർ നമസ്കാരം. നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ചയെ പറ്റി സാർ അങ്ങനെ ഇപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യണ്ട. അത് ഉയർച്ചയിലേക്കും താഴ്ചയിലേക്കും പോയിട്ട് ഒരുപാട് പരിചയമുള്ള പ്രസ്ഥാനം. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എവരൊന്നും കരുതുന്ന ഒരു പാറ്റേൺ അല്ല ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. എത്ര അഴിമതി കാണിച്ചാലും എത്ര ദുഷ്ചെയ്തികൾ ചെയ്താലും ഈ പ്രാവശ്യം ഇടതുപക്ഷം തൂത്തുവാരും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. അതുപോലെ തന്നെ വരുന്ന നിയമസഭയിലും ഇടതുപക്ഷം അധികാരത്തിൽ വരും. എന്താണെന്നറിയോ? ഇതിനൊക്കെ കാരണമുണ്ട്. പിന്നെ നേരത്തെ ഒരു സഹോദരൻ പറയുന്നത് കേട്ടു, വാരിക്കോരി പണം കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ഔദാര്യമല്ല സാറേ, ഇതെല്ലാം അവകാശങ്ങളായി കൊടുക്കുന്നത്. കാരണം പബ്ലിക്കിന്റെ നികുതി പണം കൊണ്ടാണ് നിങ്ങൾ ഈ ഭരണ സംവിധാനം AC വെച്ച കാറിലൊക്കെ സഞ്ചരിക്കുന്നത്. അത് നിങ്ങൾ ഓർക്കണം. ധാരാളം വാരിക്കൊരുക്കി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാല് അത്തരം കാഷ്ടിയൊന്നും വേണ്ട. പക്ഷെ നിങ്ങൾ ഈ പ്രാവശ്യം അധികാരത്തിൽ വരും, വന്നിരിക്കണം. അതാണ്. BJPക്കാർക്ക് എന്താണ് ഈ കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരണമെന്ന് അങ്ങനെ ഒരു BJP പ്രവർത്തനം പറയാനുള്ള കാരണം എന്താണ്? അതിന്റെ ഉള്ളിൽ ഒരു രാഷ്ട്രീയ പാറ്റേൺ ഉണ്ട് സാർ. ഒരു സംഘടിതമായ ഒരു നീക്കമുണ്ട്. അതിന് യാതൊരു സംശയവും വേണ്ട. ഒരു പ്രാവശ്യം കൂടി അവർ വന്നിരിക്കണം. എന്നിട്ട് വേണം പശ്ചിമ ബംഗാളിനെ പറ്റി ചിന്തിക്കാൻ. അതാണ് അവസ്ഥ. നിങ്ങൾ ആലോചിക്കുന്ന ഒരു തവണ കൂടി CPM വന്നാൽ CPM-നെ പശ്ചിമ ബംഗാളിലെ പോലെ നശിപ്പിക്കാം, അങ്ങനെയാണോ BJPയുടെ ആലോചന? അത് മാത്രമല്ല, ലെഫ്റ്റും റൈറ്റും ഉണ്ടാവത്തില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് കേരളത്തിലുണ്ട്. മറ്റേ ഇടതുപക്ഷത്തിലുള്ള സ്നേഹം കൊണ്ടല്ല അവർ തൂത്തുപാരുന്നതും അവർ നിയമസഭയിൽ അധികാരത്തിൽ വരുന്നു.